ശ്രീനാരായണ പരമഗുരവേ നമഃ. ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവി നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ശ്രീനാരായണ ധർമ്മം എന്ന സ്മൃതി ഗ്രന്ഥം ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ കഴിഞ്ഞ ദിവസം സാമാന്യ ധർമ്മങ്ങളിൽ പഞ്ചശുദ്ധിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മനഃശുദ്ധിയെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. അപ്പം അതിൽ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് ആണ് കുറച്ച് സംസാരിച്ചത്. തീർച്ചയായിട്ടും സ്നേഹം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹം നമ്മൾക്ക് കിട്ടുന്നില്ല, നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹം നമുക്ക് ലഭിക്കുവാനോ അതുപോലെ അത് കൊടുക്കുവാനോ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കാതെ വരുന്നത്? അതിനൊരു പക്ഷെ ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള കർമ്മ തലങ്ങളുണ്ടാകാം. പലപ്പോഴും നമുക്കത് മനസ്സിലാകാതെ വരാം. അത് ഓരോരുത്തരും അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയും ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന അടുപ്പവും സ്തുതിപാടലുകളും അല്ലാതെ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പ്ലസും മൈനസും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുമോ? മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ദേശത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, രാഷ്ട്രത്തിൻ്റെ പേരിൽ ഒക്കെ സ്നേഹത്തിനെയൊക്കെ നമ്മൾ വളരെയധികം നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പരിമിതമായിട്ടുള്ള ചില സങ്കല്പങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സ്നേഹമാണ്. രാജ്യത്തിന് വേണ്ടി, രാജ്യസ്നേഹത്തെ മുൻനിർത്തി നീ പോയി ഒരാളെ അല്ലെങ്കിൽ ഒരു പറ്റം ആളുകളെ കൊല്ലുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സ്നേഹത്തിനാണ് മുൻതൂക്കം? ജാതിയുടെ പേരിൽ പോയി കൊല്ലുക എന്ന് പറയുമ്പോൾ, മതത്തിൻ്റെ പേരിൽ കൊല്ലുക എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ സ്നേഹമാണ് മുന്നോട്ട് നിൽക്കുന്നത്. അവിടെയൊക്കെ നമ്മൾക്ക് സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻസ്, ഇപ്പോൾ പല മതങ്ങളിൽപ്പെട്ട ആളുകൾ പരസ്പരം സ്നേഹിക്കുകയും സ്നേഹം ഒരു വിവാഹത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ മതം മാറണമെന്ന് ശഠിക്കുകയും ചെയ്യുന്ന ഒരു നൂതന രീതി
നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിലുള്ള സ്നേഹമാണോ? അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ പരിമിതികളെല്ലാം അതിവർത്തിച്ചുകൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഇതൊക്കെ വളരെയധികം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തതുമാണ്. പക്ഷേ പലപ്പോഴും നമ്മളതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള പരിപൂർണ ജ്ഞാനികൾ, പൂർണ്ണ പുരുഷന്മാർ നമുക്ക് പറയാം, അവരൊക്കെ എല്ലാത്തിനെയും സ്നേഹിക്കുകയും അവരെ എല്ലാവരും സ്നേഹിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ അടുത്ത് ആർക്കും യാതൊരു വിധ വിദ്വേഷമോ ഭയമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പം എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല? ഗുരു പറയുന്നത് ഈ മനസ്സിനകത്തുള്ള അഴുക്കുകൾ ആണ് പലപ്പോഴും ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെ ചിറകിലേറി യാത്ര ചെയ്യണമെങ്കിൽ നമുക്കൊരുപാട് ത്യാഗം സഹിക്കേണ്ടിയുണ്ട്. ത്യജിക്കുന്നിടത്താണ് ശരിക്കുള്ള സ്നേഹം നമുക്കുണ്ടാകുന്നത്. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നത് നല്ലതാണ് താനും. അങ്ങനെ നമ്മൾ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ഭൗതികമായിട്ടുള്ള ഒന്നിനെ ആശ്രയിച്ചല്ല യഥാർത്ഥത്തിലുള്ള സ്നേഹം നിലനിൽക്കുന്നതും കുടികൊള്ളുന്നതും എന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. അവിടെ പരിഭവങ്ങളില്ല, പരാതികളില്ല, യാതൊരുവിധ വിലപേശലുകളില്ല, അതുപോലെ പിണക്കങ്ങളില്ല. അങ്ങനെ എത്രയോ കാര്യങ്ങളാണ് നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്. അതുപോലെയാണ് ദയ എന്നുള്ള ഒരു ഗുണം മനസ്സിനെ ശുദ്ധീകരിക്കുവാനായിട്ട്. ഇപ്പോൾ ദയയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഈ ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് ദേവന്മാരും രാക്ഷസന്മാരും മനുഷ്യരുമൊക്കെ ഉപദേശത്തിന് വേണ്ടി ചെന്നു. ഒരു കഥയാണ്. ആ കഥയിലൂടെ ഒരു കാര്യം പറയാൻ വേണ്ടി മഹർഷി ശ്രമിച്ചതാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെക്കുറിച്ചും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചേർത്ത് പറയുന്നത്. അല്ലെങ്കിൽ യുക്തിവാദം ഒക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ ചോദിക്കും, അങ്ങനെ ബ്രഹ്മാവിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഈ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ പ്രസക്തി, എന്തിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഉപദേശം തരാൻ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ദേവന്മാരോട് ഒരു വാക്കാണ് പറഞ്ഞത്, ഒരു അക്ഷരം, ദ എന്നുള്ളതാണ്. ഈ ദയയുടെ ദ. അപ്പോൾ ഈ ദേവന്മാരിങ്ങനെ ആലോചിച്ചു, എന്താണ് ബ്രഹ്മാജി ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ അവരിങ്ങനെ വലിയ വിഷയസുഖങ്ങളിൽ ഇങ്ങനെ മതിച്ചു നടക്കുന്നത് കൊണ്ട് അവർ വിചാരിച്ചു ദമം വേണമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്, അതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളുടെ ആ ഒരു തലത്തിലേക്ക് അതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആ വിഷയങ്ങളിൽ നമ്മൾ ആണ്ടുപോകരുത്, നിയന്ത്രണം ആവശ്യമാണ്. ഇതേ ഉപദേശം തന്നെയാണ് രാക്ഷസന്മാർക്ക് കൊടുത്തത്, ദ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ അവർ
പൊതുവേ കുറച്ച് ക്രൂരന്മാരാണ്. അവർ വിചാരിച്ചു ദയ കാണിക്കണം. അങ്ങനെ അവർ അതിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. മനുഷ്യർ വിചാരിച്ചു ഞങ്ങൾ ഭയങ്കര പിശുക്കന്മാരാണ്, അതുകൊണ്ട് ദാനം ചെയ്യണം. അതാണ് ദാ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ 3 പേരോടും പറഞ്ഞ അക്ഷരം ഒന്ന് തന്നെയാണ്, ഉപദേശം ഒന്ന് തന്നെയാണ്. 3 പേരും 3 രീതിയിലാണ് അതിനെ മനസ്സിലാക്കിയത് എന്നുള്ളതാണ് ഇവിടുത്തെ വിചിത്രകരമായിട്ടുള്ള ഒരു അനുഭവം. അപ്പോൾ നമ്മൾക്ക് എന്താണോ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ മനുഷ്യൻ അവൻ ഇത്രയും സ്വാർത്ഥനായി ദാനധർമ്മങ്ങൾ ചെയ്യാതെ ജീവിച്ചിട്ട് എന്ത് കാര്യം? അപ്പോൾ അത് നമ്മളുടെ മനസ്സിനെ വീണ്ടും വീണ്ടും അഴുക്കിലേക്ക്, അശുദ്ധിയിലേക്ക് നയിക്കുകയുള്ളൂ. നമുക്കുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോകുക എന്നുള്ളത് പല പണക്കാരെയും നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ അറിയാൻ പറ്റും. ഇഷ്ടംപോലെ പണം ഉണ്ടാവും, പക്ഷെ പിശുക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർക്ക് പോലും ആ പണം എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കാതെ വരികയാണ്. എനിക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലാണ്, തീരെ കിടപ്പിലല്ല. അപ്പോൾ അസുഖം കുറച്ച് സീരിയസ് ആയിട്ടുള്ള അസുഖമാണ്, ക്യാൻസറാണ്. ഡോക്ടർമാർ പറഞ്ഞു കീമോതെറാപ്പി ചെയ്യണം. ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്. പക്ഷെ ഇദ്ദേഹം പിശുക്കനായതുകൊണ്ട് ഈ പൈസ എടുക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ആലോചനയിലാണ്. അതുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞു എൻ്റെ കയ്യിൽ അങ്ങനെ പൈസയൊന്നുമില്ല ചിലവാക്കാനായിട്ട്. പക്ഷേ ഇദ്ദേഹത്തിന് പറയത്തക്ക സമയം ജീവിച്ചിരിക്കാനില്ല. ഈ പണം പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? വേറെ ആരും തന്നെ ഈ പണത്തിന് അവകാശികളില്ല. പക്ഷെ അപ്പോഴും ഈ പണം അദ്ദേഹത്തിന് ചെലവഴിക്കാനായിട്ട് ഭയങ്കര മടി. അപ്പോൾ സ്വന്തം ആവശ്യത്തിന് പോലും അത് ഉപയോഗിക്കാൻ പറ്റാതെ അത്രമാത്രം പിശുക്ക് കാണിച്ചുകൊണ്ട് ലോഭിയായിട്ട് എന്തിനാണ് ജീവിക്കുന്നത്? പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം കൂടി. പിന്നെ മറ്റു പലരും സഹായിച്ചു, അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഈ ബാങ്കിൽ കിടക്കുന്ന പൈസ അദ്ദേഹത്തിന് ഉപയോഗപ്പെട്ടില്ല, കാരണം അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താമായിരുന്നു. അപ്പം അങ്ങനൊരു മനസ്സ് വരുന്നില്ല. അപ്പോൾ ദാനം എപ്പോഴും ദയയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഉണ്ടാകുമ്പോഴും ഈ ദയ നമ്മളിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെയുള്ള ആ ഒരു ദാനം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതെല്ലാം കൂട്ടിവെച്ചിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടോ അതിനൊരു പരിധിയുണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്തോറുമാണ് നമുക്ക് കൂടുന്നത്. ഇപ്പം നമ്മൾ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാൻ പറയും. ഇപ്പം നമ്മുടെ ദയ, ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ ഒരു വീഡിയോ, പത്രത്തിലല്ല നമ്മൾ TV ന്യൂസിൽ കണ്ടതും പിന്നീട് പത്രത്തിൽ വരികയും ചെയ്തു. മനുഷ്യൻ്റെ ക്രൂരത, ദയ ഇല്ലാതെ ഉള്ള കർമ്മങ്ങൾ. ഒരു മിണ്ടാപ്രാണിയെ വണ്ടിയുടെ പുറകിൽ കെട്ടിയിട്ട് വലിച്ചുകൊണ്ടു പോകുന്ന ഒരു ദാരുണമായ ഒരു രംഗം. മനുഷ്യൻ ഇത്രയ്ക്ക് ദയയില്ലാത്തവനായിപ്പോയോ? അവനീ മൃഗങ്ങളെ കൊല്ലുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും ഒക്കെ അവൻ്റെ ഈ ക്രൂരമായിട്ടുള്ള ഒരു മനസ്ഥിതിയിൽ നിന്നാണ്. അങ്ങനെയുള്ളവൻ ആരോട് എന്ത് ദയ കാണിക്കുമെന്നാണ് പറയുന്നത്? ഇപ്പം നമ്മൾ മൃഗങ്ങളെ കൊല്ലുമ്പോൾ നമുക്ക് യാതൊരു ദയയുമില്ല. നമ്മുടെ സ്വന്തം സുഖത്തിന് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ കൊല്ലുകയാണ്.
എന്നിട്ട് ആ മാംസം ഭക്ഷിക്കുകയുമാണ്. അതുകൂടാതെ ക്രൂരമായിട്ടുള്ള മർദ്ദനം, ഏതെല്ലാം രീതിയിലാണ് അല്ലേ? അപ്പോൾ ദയ എന്നുള്ള ആ ഒരു വികാരം മനുഷ്യൻ മറ്റുള്ളവരോട് കാണിക്കേണ്ടതാണ്. അങ്ങനെ ദയയില്ലാതെയാണ് ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഒക്കെ പേരിൽ ഇവിടെ ക്രൂരത നടക്കുന്നത്, അതുപോലെ പീഡനങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എവിടെ ആർക്ക് ആണ് ദയയുള്ളത്? ആർക്കും ദയയില്ല. അപ്പോൾ ഇങ്ങനെ മനസ്സ് ശുദ്ധമല്ലാത്ത ആളുകൾക്ക് എങ്ങനെ അവർക്ക് ഈശ്വരനെ അല്ലെങ്കിൽ ആ പരമ്പൊരുളിനെ, അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ തിരിച്ചറിയാൻ പറ്റും? എങ്ങനെ അവന് മറ്റുള്ളവനെ സഹായിക്കാൻ പറ്റും? അപ്പം ദയ എപ്പോഴും നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ട, കാരണം മാതാപിതാക്കളിൽ നിന്നാണ് കുഞ്ഞുങ്ങളിലേക്ക് ആ ഒരു ഗുണം കിട്ടേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഓരോ മാതാപിതാക്കളും ഈ രീതിയിലേക്ക് ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ സമൂഹം ഒരിക്കലും അക്രമത്തിൻ്റെയോ ചൂഷണത്തിൻ്റെയോ കുതികാൽവെട്ടിൻ്റെയോ തലത്തിലേക്ക് പോകില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനൊരു അവബോധം നമുക്കുണ്ടാകണം. അപ്പോൾ മനഃശുദ്ധി എന്ന് പറയുന്നത് വെറുതെ നമ്മളിങ്ങനെ പറയുന്നൊരു സാധനമായി മാറരുത്. മറ്റൊരാളെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ, ചീത്ത വിളിക്കുമ്പോൾ, അതുപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മളിൽ ഉണ്ടായിരുന്ന ദയ പോലും വറ്റിപ്പോകുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ സന്യാസിയായാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥനായാലും ആരായാലും മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവൻ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു, ഏത് രാജ്യത്തിൽ നിൽക്കുന്നു എന്നൊന്നും വിഷയമല്ല. പക്ഷെ നമ്മളിങ്ങനെ ചരിത്രം പരിശോധിച്ച് കഴിയുമ്പോൾ ക്രൂരതകൾ മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൈത്തിരി വെട്ടം എന്ന് പറയുന്നത് ഈ മഹാത്മാക്കൾ നൽകുന്നത് മാത്രമാണ്. പക്ഷേ കൂടുതൽ പേരും ഈ അനീതിക്കും അക്രമത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ സത്യം ഇവിടെ സൈലൻ്റ് ആവുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ മനസ്സിനെ അലട്ടുന്നുണ്ട്. അതൊക്കെ മാറ്റണമെന്നാണ് ഗുരു പറയുന്നത്. അതുപോലെ മൃദുലത അല്ലേ, ഒരു സോഫ്റ്റ് കോർണർ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു മൃദുത്വം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നില്ല. അത് അറിവിൽ നിന്നാണ്. ഇപ്പോൾ ഗുരുവിൻ്റെയൊക്കെ ആ ഒരു മൃദുത്വം എന്ന് പറയുന്നത് ഒരു മാർദ്ദവം അല്ലേ. എത്ര ലോലമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് അവർ വരുന്നത്. അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും മൃദുവായിട്ടും അതേപോലെ തന്നെ മനസ്സിനെ കൂടുതൽ ഷാർപ്പായിട്ടും വജ്രത്തെ പോലെ കഠിനമാക്കാനും അവർക്ക് സാധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ചില നിലപാടുകൾ കാഠിന്യം കാട്ടേണ്ടത് ഈ മനസ്സ് ആവശ്യമില്ലാത്ത തലങ്ങളിലേക്ക് പോയി മയങ്ങി മോഹം കൊണ്ട് തെറ്റിദ്ധരിച്ചു പോകുന്ന സന്ദർഭങ്ങളിലൊക്കെയാണ് മനസ്സിൻ്റെ ആ കാഠിന്യം നമുക്ക്. കാരണം അവിടെ നമ്മുടെ ഏറ്റവും ലോലമായിട്ടുള്ള വിചാരങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ആ ഒരു നിലപാട് വേണ്ടി വരുന്നത്. അപ്പം ഒരു മനുഷ്യന് അങ്ങനെയുള്ള ഒരു മൃദുത്വം നമുക്ക് ആവശ്യമാണ്. മറ്റ് സഹജീവികളോടും മറ്റുള്ള ഇതിനോടൊക്കെ നമുക്ക് അവരുടെ ആ ഒരു ഫീലിങ്സ് കൂടി നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുവാനുള്ള, അവരെ കൂട്ടിച്ചേർക്കുവാനുള്ള അല്ലെങ്കിൽ നമ്മളോട് ചേർത്ത് നിർത്തുവാനുള്ള ആ ഒരു സംഭവം നമുക്ക് വേണം. പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മറ്റുള്ളവർ വഞ്ചിക്കാൻ ഉള്ള ഇടം കൊടുക്കരുത്. അതുകൊണ്ടാണ് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്ന് പറയുന്നത്. എല്ലാവർക്കും ദാനം ചെയ്തിട്ട് കാര്യമില്ല, അർഹതപ്പെട്ടവർക്ക്. പക്ഷേ ആരാണ് അർഹതപ്പെട്ടത് എന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും?
അവിടെയും നമ്മൾ ആ ഒരു നിരീക്ഷണ പാഠവും നമുക്കുണ്ടാകണം, അറിവുണ്ടാകണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വക വിചാരങ്ങൾ നമ്മളെ മനസ്സിനെ ഏറ്റവും ശുദ്ധമായ തലത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് ഗുരു പറയുന്നത്. പിന്നെയോ ധൈര്യമെന്ന് പറയുന്നത് സാധാരണ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അടുത്തുള്ളവനെ 4 ചീത്ത വിളിക്കുക, അതിന് 2 ഇടി കൊടുക്കുക, അവൻ്റെ ആ ഒരു ദയനീയ അവസ്ഥയിൽ പോലും നമ്മൾ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ. അങ്ങനെയുള്ള ധൈര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ധിയം രാതി വിഷയേഭ്യഃ, വിഷയങ്ങളിലുള്ള ധീരത, അതിനെ അതിവർത്തിക്കുവാനുള്ള ആ ഒരു ചുറുചുറുക്ക് വേണം, ധൈര്യം വേണം. അല്ലാതെ ഒരുപക്ഷെ നമ്മൾ മസിൽ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ചില ഇതുണ്ടാകാം. പക്ഷെ അങ്ങനെയുള്ള ഒരു മസിൽ പിടുത്തത്തിനല്ല ഇവിടെ ധൈര്യമെന്ന് പറയുന്നത്. മറിച്ച് അവനവൻ്റെ വിചാരങ്ങളെ, ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ആ ഒരു ശക്തി, അതാണ് ധൈര്യമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ധൈര്യം നമുക്ക് എത്ര പേർക്കുണ്ട്? പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങളെ നേരിടുവാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മളിൽ പലരും മുങ്ങി നടക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങളോടൊക്കെ സന്യാസിമാരായിട്ട് പോകുന്ന ആളുകളോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ സാധാരണ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ലേ സന്യാസം എന്ന് ചോദിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗവും. ഒളിച്ചോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ധൈര്യക്കുറവാണ്. ഒളിച്ചോടുന്നവരുണ്ടാകാം. അതൊരു കാവി വസ്ത്രമിട്ടിട്ട് നടക്കുന്നവരെല്ലാം സന്യാസിമാരല്ല. അതുപോലെ താൽക്കാലികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് സന്യസിക്കണമെന്ന് പറയുന്നവരും ധൈര്യശാലികളല്ല. അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ ധീരതയോടുകൂടി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവർ വളരെ വളരെ കുറവാണ്. ഒളിച്ചോട്ടം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു. ടെൻഷൻ വരുമ്പോൾ ആ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ മദ്യപിക്കുകയും അതുപോലെ തന്നെ മറ്റ് മനസ്സിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ഒളിച്ചോട്ടമാണ് നടത്തുന്നത്. കാരണം ഒരു വിഷയം വരുമ്പോൾ അതിനെ നേരിടുവാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റ് ഒന്നിനെ ആശ്രയിക്കുന്നത്. ഈ ആശ്രയം എപ്പോഴും ധൈര്യക്കുറവിനെ ചൂണ്ടിക്കാട്ടുന്നതാണ്. പലപ്പോഴും നമ്മൾ നാട്ടിൻപുറത്ത് കേട്ടിട്ടുണ്ട്, ഈ ധൈര്യശാലി, ബാഹ്യമായിട്ടുള്ളൊരു ധൈര്യശാലിയെക്കുറിച്ച് പറയുന്നതാണ്. ആർക്കൊക്കെയാണോ ഭയമുള്ളത് അവരെല്ലാം എൻ്റെ ചുറ്റും നിന്നോളൂ അല്ലെങ്കിൽ കിടന്നോളൂ എന്ന് പറയും. എന്തിനാണ്? സത്യത്തിൽ എന്താ വിഷയം? ഇയാൾക്ക് അത്രയ്ക്ക് ഭയമുള്ള ഒരാളാണ്. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ അത് പറയാനായിട്ട് ഒരു മടി, അല്ലെങ്കിൽ തൻ്റെ ഈഗോ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആർക്കൊക്കെയാണ് ഭയമുള്ളത് അവരെല്ലാം എൻ്റെ ചുറ്റും നിന്നോളൂ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയല്ല, ഒരു സന്യാസത്തിലേക്ക്, ആധ്യാത്മികതയിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അറിഞ്ഞുകൊണ്ട് അറിവുള്ള പഠിപ്പുള്ളവരൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് വീട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കാമെന്നുള്ള ധീരമായിട്ടുള്ള നിലപാടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീടും നാടും മറ്റെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നോക്കാൻ ആരുണ്ട് എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. ഗൃഹസ്ഥാശ്രമികൾ എന്ത് ചെയ്യുന്നു? അവരുടെ മക്കൾ വയസ്സാകുന്ന കാലത്ത് ഞങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് മക്കളെ വളർത്തുന്നത്. അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് സ്വത്ത് സമ്പാദിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പല കാര്യങ്ങളും, പൊസിഷനും അതുപോലുള്ള അധികാരവും ഒക്കെ നേടുന്നത്. അവിടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല. പ്രശ്നം കൂടുതൽ സങ്കീർണമാകുകയാണ്. അപ്പോൾ ആരാണ് ധൈര്യത്തോടു കൂടി ഈ പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നത്, അഭിമുഖീകരിക്കുന്നത്?
അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വെറുതെ നമ്മൾ ധൈര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകേണ്ടതല്ല. നമ്മുടെ അനുനിമിഷമുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ പറ്റണം. ആ നേരിടണമെങ്കിലോ നമ്മുടെ മനസ്സിന് ഒരു ബാലൻസ് ഉണ്ടാകണം. ആ ബാലൻസ് ഉണ്ടാകണമെങ്കിലോ നന്നായിട്ട് നമുക്ക് ധ്യാനിക്കാൻ പറ്റണം. മനസ്സിന് ഏകാഗ്രത ഉണ്ടാകണം. മനസ്സിന് ഏകാഗ്രത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രത്യേക മന്ത്രം നമ്മൾ ജപിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പടിപടിയായിട്ടുള്ള ഒരു രീതിയാണ്. അതൊരിക്കലും അന്ധമായിട്ടുള്ള വിശ്വാസമല്ല. മനുഷ്യൻ്റെ വികലമായിട്ടുള്ള ചിന്തകളും അവൻ്റെ മനസ്സിനുണ്ടാകുന്ന അധൈര്യവും ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചില ടെക്നിക്കുകൾ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ചിലർ വീട്ടിൽ മടിയന്മാരായിട്ട് ഇരിക്കുന്നവർ ഇപ്പോൾ സന്യാസിമാരോടോ ആധ്യാത്മികമായിട്ട് പോകുന്ന ആളുകളോടൊക്കെ ആളുകൾക്ക് വലിയ ബഹുമാനം തോന്നാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ബഹുമാനം എനിക്കും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സന്യസിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് ജനങ്ങളെ പറ്റിക്കുന്നവരുണ്ട്. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ കഴിഞ്ഞ ഒരു സ്ഥലത്തൊരു വാട്സാപ്പിൽ ഒരാൾ എന്നെക്കുറിച്ച് കുറച്ച് മോശമായിട്ട് ഒരു കമൻറ്റ് കേട്ടിരുന്നു, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പം ഞാൻ ഗുരുവിനെ മഹർഷി എന്ന് പറഞ്ഞതിനകത്ത് ആ ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്കതിനെക്കുറിച്ച് മനസ്സിലായിട്ടില്ല. പക്ഷേ ഞാൻ മഹർഷി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനെ കൊച്ചായി കാണിക്കാൻ വേണ്ടി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ശ്രമം എന്താണ്? കാവിയിട്ടുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നിക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ താൻ മിടുക്കനാണെന്ന് കാട്ടാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമമാണ്. അങ്ങനെയല്ല. അപ്പം നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, അപ്പോൾ മറ്റുള്ളവരെ നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാര്യമല്ല ഇത്. മറിച്ച് അവനവൻ്റെ ഉള്ളിലുണ്ടാകുന്ന കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളെ എങ്ങനെ അതിജീവിക്കാമെന്നുള്ള അന്വേഷണത്തിൽ നിന്നാണ് നമ്മൾ ശരിക്കുമുള്ള ആധ്യാത്മികതയിലേക്ക് നമ്മൾ കടക്കുന്നത്. അതൊരു ഒളിച്ചോട്ടമല്ല. ഇതിനെ നമ്മൾ നേരിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പലപ്പോഴും പലരും, അതായത് 99% ഇതിൽ നിന്ന് അവർ ഒളിച്ചോടുകയാണ്, ധൈര്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ കാമത്തിൽ നിന്ന് ക്രോധവും, ക്രോധത്തിൽ നിന്ന് ലോഭവും, അതിൽ നിന്ന് മോഹവും, പിന്നെ മതം, മാത്സര്യം, ഇതിങ്ങനെ പോകുന്നത്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം. അതുകൊണ്ട് അതിന് ഷഡ്വൈരികളെന്ന് പറയും. അപ്പോൾ ഈ മനസ്സിൻ്റെ ശുദ്ധിയെ തടഞ്ഞു നിർത്തുന്ന, അല്ലെങ്കിൽ ആ ശുദ്ധമായിട്ട് തലത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അശുദ്ധമാക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം. അതിനെ നമ്മൾ ഷഡ്വൈരികളെന്ന് പറയും. 6 ശത്രുക്കൾ. ശത്രു പുറത്തല്ല, നമ്മുടെ അകത്ത് തന്നെയാണ്. അപ്പോൾ ഈ ശത്രുക്കളെ എങ്ങനെ അതിജീവിക്കാം, ഇതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അവനാണ് ധീരൻ. അതാണ് ധിയം രാതി വിഷയേഭ്യ എന്ന് പറയുന്നത്. അല്ലാത്തവനൊന്നും ധൈര്യശാലിയല്ല. അവനെ നമുക്ക് ഒരിക്കലും അവൻ ധീരനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആണ് അറിയുന്നത് പലതിനെയും നമുക്ക് ഇപ്പോഴും നേരിടാനായിട്ട് ഭയമുണ്ട്. ആ ഭയമാണ് മറ്റു പലരും നമ്മളെ ചൂഷണം ചെയ്യുന്നത്. ആധ്യാത്മികമായിട്ടായാലും ശരി, ഭൗതികമായിട്ടായാലും ശരി, ആരൊക്കെ നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ടോ അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയമാണ്. ഈശ്വരനെക്കുറിച്ച് ഭയം, പുറത്ത് ഒറ്റയ്ക്ക് നടക്കാൻ ഭയം, അതുപോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയം. അങ്ങനെ ഏതെല്ലാം രീതിയിലാണ് നമുക്ക് ഭയം. ഇരുട്ടിന് ഭയം, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഭയം നമ്മളെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ ആ ഭയത്തെ ഏത് തലത്തിലാണ്
ആധ്യാത്മികമായിട്ട് പോകുമ്പോൾ ആ വഴിയിൽ പോയിട്ടുള്ള സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകൾ അത് ചൂഷണം ചെയ്തുകൊണ്ട് നമ്മളെ പറ്റിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് കഴിഞ്ഞ ഇന്നാണെന്ന് തോന്നുന്നു ഒരു പത്രത്തിൽ വായിക്കുകയുണ്ടായി. ബംഗാളിൽ ഒരു മകനെ അവർ കൊന്ന് വലിയ ചട്ടിയിലിട്ട് വറുത്ത് ഒരു സംഭവം. എത്ര ഭീകരമാണ്! മതത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിലാണ്. എല്ലാ മതങ്ങളിലും നടക്കുന്ന ഈ ഒരു ഭീകരത ഈ ഭയത്തിൽ നിന്നും ഉണ്ടായ ഭീകരതയാണ്. തീർച്ചയായിട്ടും വളരെ സൂക്ഷ്മതയോടെ, വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇതിനെ കാണുകയും ഇതിനെ അതിവർത്തിക്കുകയും വേണം. ഇപ്പം നമ്മളെ പിടികൂടിയിരിക്കുന്ന ഭയം, ഒരുപക്ഷെ നിങ്ങൾ പറയും എനിക്കൊന്നിനും ഭയമില്ല. അത് നമുക്ക് പറയാൻ എളുപ്പമാണ്. നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം, ഭയം ഉണ്ടോ ഇല്ലേ എന്നുള്ളതറിയാം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് നോക്കാം ബാക്കി നാളെ. അതിനുള്ള ഒരു സൂക്ഷ്മത നിങ്ങൾക്കുണ്ടാകട്ടെ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.